God's name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. I thank God for giving me another opportunity, and also I thank the church for this opportunity. Also thank God for the translator. എനിക്ക് ലഭിച്ച ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം സഭയ്ക്കും പരിഭാഷ ചെയ്യുന്ന വ്യക്തിക്കും നന്ദി പറയുന്നു. Salvation is a word that is very familiar to all of us. രക്ഷ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. We have heard this word thousands of times. ആയിരക്കണക്കിന് വട്ടം ഈ വാക്ക് നാം കേട്ട് കഴിഞ്ഞിരിക്കുന്നു. I believe that majority of us who are here are saved in various times. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും പല സമയങ്ങളിലായി രക്ഷിക്കപ്പെട്ടവരാണ്. The simple meaning of the word salvation is deliverance. വിടുതൽ എന്നുള്ളതാണ് രക്ഷയുടെ ലളിതമായ അർത്ഥം. Our understanding about salvation when we were born again, it was very minimal. നാം വീണ്ടും ജനിച്ചപ്പോൾ രക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരുന്നു, അല്ലെങ്കിൽ ലളിതമായിരുന്നു. And this basic knowledge was all that was required to receive salvation. ഈ അടിസ്ഥാനമായ അറിവ് മാത്രം മതി രക്ഷിക്കപ്പെടുവാനായി. We were not required to study about salvation and undergo a test to receive it. രക്ഷയെക്കുറിച്ച് പഠിച്ച് ഒരു പരീക്ഷയൊന്നും ഈ രക്ഷ ലഭിക്കുവാനായി പാസ്സാകേണ്ടതില്ല. I repented of my sins and asked Jesus Christ for forgiving my sins, and by putting my faith in his finished work on the cross, I am saved. എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമായാചനം ചെയ്ത് കർത്താവ് കുരിശിൽ എനിക്ക് വേണ്ടി നിവർത്തിച്ച ആ രക്ഷാപ്രവൃത്തിയിൽ വിശ്വസിച്ചതിലൂടെയാണ് ഞാൻ രക്ഷ പ്രാപിച്ചത്. And by grace I was saved. കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. This is all that we knew when we were saved. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ഇത് മാത്രമേ നമുക്കറിയുമായിരുന്നുള്ളൂ. At that time we were not aware of the riches in Christ and various aspects of salvation. ആ സമയത്ത് നമുക്ക് ക്രിസ്തുവിലുള്ള ധനത്തെക്കുറിച്ചോ അതോടൊപ്പം തന്നെ രക്ഷയുടെ വിവിധ വശങ്ങളെക്കുറിച്ചോ അറിയുമായിരുന്നില്ല. But as time goes by, God expects us to grow in our understanding about salvation, that we may mature spiritually. എന്നാൽ കാലം മുന്നോട്ട് പോകുന്തോറും നാം ആത്മീയമായി അഭിവൃദ്ധി പ്രാപിക്കേണ്ടതിലേക്കായി രക്ഷയെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. Now, before coming to the subject, let me ask a few questions. Assuming that everyone who is here is saved, you can answer it in your minds. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള ചിന്തയിൽ ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ആ ഉത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ പറഞ്ഞാൽ മതിയാകും. Except the young kids who are here, all of us, I assume that all of us are born again. ഇവിടെ ഇരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ ഒഴിച്ച് ഞാൻ വിചാരിക്കുന്നു ബാക്കി എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. The question is, are you saved? ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? Your answer will be yes, I am. നിങ്ങളുടെ ഉത്തരം തീർച്ചയായിട്ടും അതെ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്നായിരിക്കും. Now the next question is, are you being saved? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? Now at least some of you would say that no, it is an inappropriate question. ചിലരെങ്കിലും പറയാം ഇല്ല, അതൊരു അനുചിതമായ ചോദ്യമാണല്ലോ എന്ന്. And you may ask me, don't you know about the security of salvation? ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, നിങ്ങൾക്ക് രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് സഹോദരൻ അറിയില്ലേ എന്ന്. You only need to be saved once and you are saved forever. നിങ്ങൾ ഒരിക്കൽ മാത്രം രക്ഷിക്കപ്പെട്ടാൽ മതി, നിങ്ങൾ എന്നേക്കും രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. Now the answer is right. ഉത്തരം ശരിയാണ്. Now the third question is, will you be saved? മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെടുമോ? The answer will be no. Again another inappropriate question, because I'm already saved. അതിൻ്റെ ഉത്തരം അല്ല എന്നാണ്. കാരണം മറ്റൊരു അനുചിതമായ ചോദ്യം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ. Now the answers are right when we define salvation as deliverance from hell. ഈ ഉത്തരങ്ങളൊക്കെ ശരിയാണ്. നാം രക്ഷയുടെ വ്യാഖ്യാനം നരകത്തിൽ നിന്നുള്ള വിടുതൽ എന്ന രീതിയിൽ നാം വ്യാഖ്യാനിക്കുമ്പോൾ, But there are aspects of salvation revealed through the word of God which
which gives us different answers to these questions that were asked. എന്നാൽ രക്ഷയുടെ ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന മറ്റു ചില വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. Now it is possible for us to be confused when we read the scripture. Some verses sounding like we are being saved. നാം വേദപുസ്തക ഭാഗങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ആശയക്കുഴപ്പത്തിലാകുവാൻ സാധ്യതയുണ്ട്. കാരണം ചില വേദഭാഗങ്ങളൊക്കെ പറയുന്നു നിങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Some verses sounding like we are not saved yet, but we will be saved in the future. ചില വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും നിങ്ങൾ പൂർണ്ണമായി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞില്ല, നിങ്ങൾ ഭാവി കാലത്തിൽ രക്ഷിക്കപ്പെടുമെന്ന്. Now if we don't divide and study this, we may get confused. ഈ വേദഭാഗങ്ങൾ ശരിയായി വിഭാഗിച്ച് പഠിച്ചില്ല എങ്കിൽ നാം ആശയക്കുഴപ്പത്തിലാകാൻ സാധ്യതയുണ്ട്. Now most of us, when we think about salvation, we always relate it to hell. നാം മിക്കവരും തന്നെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെ നരകവുമായിട്ട് ചേർത്താണ് നാം ചിന്തിക്കുന്നത്. We only think of salvation as deliverance from hell. നാം മിക്കപ്പോഴും ചിന്തിക്കുന്നത് നരകശിക്ഷയിൽ നിന്നുള്ള ഒരു വിടുതലായിട്ടാണ് രക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നത്. Now this is why the questions, are you being saved and will you be saved, becomes irrelevant. ഈ ചിന്ത വരുന്നത് കൊണ്ടാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾ ഭാവിയിൽ രക്ഷിക്കപ്പെടുവാൻ പോകുന്ന വ്യക്തിയാണോ എന്നുള്ള ചോദ്യങ്ങൾ അനുചിതമായി തോന്നുന്നത്. But Bible relates salvation to sin, and we should understand salvation from the perspective of sin. എന്നാൽ വേദപുസ്തകം രക്ഷയെ ബന്ധിപ്പിക്കുന്നത് പാപവുമായുള്ള ബന്ധത്തിലാണ്. നാം രക്ഷയെ മനസ്സിലാക്കേണ്ടതും പാപത്തോടുള്ള ബന്ധത്തിലാണ്. When we think of salvation in relation to sin, we can see that the Bible talks about salvation in 3 tenses. പാപത്തോടുള്ള ബന്ധത്തിൽ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദപുസ്തകം രക്ഷയെ 3 ഘട്ടങ്ങളിലായിട്ട് അവതരിപ്പിക്കുന്നു. We'll look at a picture now. ഒരു ചിത്രം നമുക്കൊന്ന് നോക്കാം. 3 tenses of salvation. രക്ഷയുടെ 3 കാലങ്ങൾ. We are being saved from the penalty of sin. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് we are saved from the penalty of sin. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. That is the past tense. അത് ഭൂതകാലമാണ്. We are being saved from the power of sin. പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, സ്വാധീനത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. That is the present tense. അത് വർത്തമാനകാലമാണ്. And we will be saved from the presence of sin. പാപ സാന്നിധ്യത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെടും. Now that is the future tense of salvation. അതാണ് രക്ഷയുടെ വർത്തമാനകാലം, ഭാവികാലം. Now let us come to the first one, the past tense of salvation. രക്ഷയുടെ ഭൂതകാലത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. Let us read verse from the Bible, Ephesians chapter 2 verse 5, 8 and 9. We'll look at the picture later. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 5, 8 and 9. 5, 8, 9 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 8, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. Titus chapter 3 verse 5. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. Not by works of righteousness which we have done, but according to his mercy he saved us. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന്. Now we see the phrases have been saved and saved. നാം ഇവിടെ കാണുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ. This is a past aspect of our salvation. ഇതാണ് നമ്മുടെ രക്ഷയുടെ ഭൂതകാലം എന്ന് പറയുന്നത്. This means the deliverance from the penalty of sins. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. And this is also called as justification. അതിനെ നീതീകരണം എന്നും പറയുന്നു. We were born with a sinful nature that we inherited from Adam.
ആദത്തിൽ നിന്ന് കരഗതമായ ഒരു പാപ സ്വഭാവത്തോടു കൂടിയാണ് നാം ജനിച്ചിരിക്കുന്നത്. We were polluted. Bible tells about human nature in Genesis chapter 8. Every inclination of his heart is evil from childhood. നാം മലിനമാക്കപ്പെട്ടവരാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മുടെ പാപ സ്വഭാവത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. ഹൃദയത്തിന്റെ ചിന്തയൊക്കെ മലിനമെന്ന് പറയുന്നു. David said in Psalm 51 verse 5, "Behold, I was brought forth in iniquity." ദാവീദ് സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നു, പാപത്തിൽ ഞാൻ ഉരുവായി എന്ന് പറയുന്നു. And in sin did my mother conceive me. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറയുന്നു. Because of our sinful nature, we could not please God. നമ്മുടെ പാപ സ്വഭാവം കാരണം നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. All our righteousness were like filthy rags to God. മലിനമായ തുണികൾ പോലെയായിരുന്നു നമ്മുടെ നീതി പ്രവർത്തികളൊക്കെയും. All our righteousness was like filthy rags. What about our acts of unrighteousness then? നമ്മുടെ നല്ല പ്രവൃത്തികളൊക്കെ എങ്ങനെയാണെങ്കിൽ നമ്മുടെ അതിക്രമ പ്രവൃത്തികളൊക്കെ എങ്ങനെയായിരുന്നിരിക്കണം? It means even if we wanted to offer something to God to please Him, അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ പോലും it was disgusting before Him like filthy rags. അത് ദൈവം മുമ്പാകെ മലിനമായത് തന്നെയായിരുന്നു. Because filthiness was our nature. കാരണം മാലിന്യമാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. When I was a kid, I used to think that everyone who is very kind and does good things will be a believer. ഞാനൊരു ശിശുവായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ദയവുള്ളവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും എല്ലാം വിശ്വാസികളായിരിക്കും. At one stage, I used to think that Mahatma Gandhi would have been a child of God. ഞാൻ ഒരു സമയത്ത് വിചാരിച്ചു മഹാത്മാഗാന്ധി ഒരു ദൈവ പൈതലായിരിക്കുമെന്ന്. This is a problem of human view. It is a popular world view that anyone who does good, who is kind to others, go to heaven. ഇതാണ് മാനുഷിക ദൃഷ്ടികോണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പൊതുവായ മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരൊക്കെ നല്ലവരായിരിക്കും, അവർ സ്വർഗത്തിൽ പോകും എന്നാണ്. But God does not view it like that. എന്നാൽ ദൈവം അങ്ങനെയല്ല കാണുന്നത്. Think about the religious people around who are not saved. നമുക്ക് ചുറ്റുമുള്ള മതപരമായ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ നോക്കുക, രക്ഷിക്കപ്പെടാത്തവർ. They are faithful in their religion. അവർ അവരുടെ മതത്തിൽ വളരെ വിശ്വസ്തരാണ്. They do good deeds to please God. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. And they help other people. മറ്റ് വ്യക്തികളെ സഹായിക്കുന്നു. Sometimes we see them, they do much more than us and we feel ashamed. ചിലപ്പോഴൊക്കെ അവരെ നോക്കുമ്പോൾ നമ്മേക്കാൾ കൂടുതൽ അവർ ചെയ്യുന്നു, നമുക്ക് ലജ്ജ തോന്നുമാറ്. But the sad truth is that God is not pleased with their deeds. എന്നാൽ ദുഃഖകരമായ കാര്യം എന്ന് പറയട്ടെ, ദൈവം അവരുടെ പ്രവൃത്തികളിൽ സന്തുഷ്ടനല്ല. As it is written, nobody is righteous, no, not one. നീതിമാൻ ഒരുത്തൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. Everybody is equally condemned in the sight of God. എല്ലാവരും ദൈവം മുമ്പാകെ വെറുക്കപ്പെട്ടവരാണ്. As God cannot tolerate sin. ദൈവത്തിന് പാപത്തെ പുറത്തുകൂടാ. He is righteous and holy. അവൻ വിശുദ്ധനും നീതിമാനുമാണ്. When God looked at me, I am no better than anybody else. ദൈവം എന്നെ നോക്കുമ്പോൾ ഞാൻ മറ്റൊരു വ്യക്തിയേക്കാൾ മികച്ചവനല്ലേ അല്ല. I am equally condemned as the worst criminal you can ever imagine the world has ever seen. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കുറ്റവാളിയേക്ക് തുല്യനായി കുറ്റം ചെയ്തവൻ തന്നെയാണ് ഞാൻ. That was my standing before God. അതാണ് ദൈവമുമ്പാകെ ഉള്ള എൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. So by birth I had two problems. ജന്മന എനിക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട്. I stood condemned before God and became worthy of God's eternal wrath. ഞാൻ ദൈവമുമ്പാകെ കുറ്റക്കാരനായി നിൽക്കുകയും ദൈവത്തിന്റെ നിത്യശിക്ഷയ്ക്ക്, ദൈവത്തിന്റെ നിത്യകോപത്തിന് പാത്രീഭൂതനായി തീരുകയും ചെയ്യുന്നു. And then I had a corrupted, sinful nature. അതോടൊപ്പം തന്നെ മലിനമായ ഒരു പാപ സ്വഭാവവും എന്നിലുണ്ട്. Because of our corrupted nature, we continued in sin and we were in sin's bondage. നമ്മുടെ മലിനമായ പാപ സ്വഭാവം കാരണം നാം പാപത്തിൽ തുടരുന്നു, പാപത്തിന്റെ കെട്ടുപാടിൽ ആയിരിക്കുന്നു. Until one day when God did the work of
transformation in me. ദൈവം എന്നിൽ ഒരു രൂപാന്തരം വരുത്തുന്ന ആ ദിനം വരെ. That is what we sang this morning. അതാണ് നാം ഇന്ന് രാവിലെ പാടിയത്. I was so happy when Brother Ajoy took that song to sing. അജോയ് സഹോദരൻ ആ പാട്ട് പാടുവാനായി എടുത്തപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. Oh, what a wonderful, wonderful day. ഓ, എത്ര മനോഹരമായ ഒരു ദിവസം. The day I will never forget. ഞാൻ ഒരിക്കലും മറക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസം. And then we sing, born of the Spirit with life from above. ആത്മാവിനാൽ ജനിക്കപ്പെട്ടിരിക്കുന്നു, നിത്യജീവൻ ഉയരത്തിൽ നിന്ന്. Into God's family divine. ദൈവ സ്വർഗ കുടുംബത്തിലേക്ക്. Justified fully through Calvary's love. കാൽവറിയിലെ സ്നേഹത്താൽ പരിപൂർണമായി നീതീകരിക്കപ്പെട്ട്. Oh, what a standing we have. ഓ, നമുക്ക് എത്ര വലിയ മനോഹരമായ ഒരു സ്ഥാനമാണ് ഉള്ളത്. And that transaction was so quick. ആ ഒരു കാര്യപരിപാടി വളരെ എളുപ്പമായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു. God regenerated you and me. This was not a process, it was an instantaneous event. അതൊരു ഘട്ടം ഘട്ടമായുള്ള ഒരു കാര്യമായിരുന്നില്ല, മറിച്ച് നൊടിയിടയിൽ സംഭവിക്കുന്ന ഒരു പുതുക്കൽ ആയിരുന്നു, പുതുജനനമായിരുന്നു. I repented of my sins. I believed in the gospel. God justified me, not through works. No works was required from me. ഞാൻ എൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ചു, ഞാൻ സുവിശേഷത്തിൽ വിശ്വസിച്ചു. എൻ്റെ പ്രവർത്തികൾ മൂലമല്ല, മറിച്ച് കൃപയാൽ ദൈവം എന്നെ വീണ്ടും ജനിപ്പിച്ചു. This is justification. അതാണ് നീതീകരണം. What is justification? എന്താണ് നീതീകരണം? It means even though I stood condemned before God, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പാകെ കുറ്റക്കാരനായി ഞാൻ നിൽക്കുകയാണെങ്കിൽ പോലും He declared me as righteous. അവൻ എന്നെ നീതിമാനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. It doesn't mean that I was made righteous. അതിന്റെ അർത്ഥം ഞാൻ നീതിമാനായി തീർന്നു എന്നല്ല. I am still unrighteous. ഞാൻ ഇപ്പോഴും അനീതിയുള്ളവനാണ്. Because I am in Christ now, പക്ഷേ ഞാൻ ക്രിസ്തുവിൽ ഇപ്പോൾ ആയിരിക്കുന്നത് കൊണ്ട് I am declared as a righteous person. ഞാൻ നീതിമാനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. Thus I received forgiveness for my sins. എൻ്റെ പാപങ്ങൾക്ക് ക്ഷമ ഞാൻ പ്രാപിച്ചു. The guilt and the penalty of sins were removed from me once for all. പാപത്തിന്റെ ശിക്ഷയും അതിന്റെ കുറ്റവും എന്നിൽ നിന്ന് മായ്ക്കപ്പെട്ടിരിക്കുന്നു. And He gave me His Spirit to dwell in me. അതോടൊപ്പം തന്നെ തന്റെ ആത്മാവിനെ എന്നിൽ വസിക്കേണ്ടതിനായി ദൈവം നൽകിയിരിക്കുന്നു. Bible tells us there is now no condemnation to those who are in Christ Jesus. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന്. The moment we are saved, our destiny is changed from eternal hell away from God to eternal heaven close to God. നാം രക്ഷിക്കപ്പെട്ട ആ നിമിഷത്തിൽ തന്നെ നമ്മുടെ സ്ഥാനം, നമ്മുടെ ലക്ഷ്യസ്ഥാനം നിത്യ നരകത്തിൽ നിന്ന് നിത്യസ്വർഗത്തിലേക്ക് മാറപ്പെട്ടിരിക്കുന്നു. And we are positionally seated with Christ in heaven already. അതോടൊപ്പം തന്നെ ക്രിസ്തുയേശുവിനൊപ്പം സ്വർഗത്തിൽ നമ്മളെ ഇപ്പോൾ തന്നെ ഇരുത്തപ്പെട്ടിരിക്കുന്നു. This is the past tense of our salvation. ഇതാണ് രക്ഷയുടെ ഭൂതകാലം എന്ന് പറയുന്നത്. Salvation from the penalty of our sins. നമ്മുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. Now we are coming to the second tense, the present tense of our salvation. നാം നമ്മുടെ രക്ഷയുടെ രണ്ടാമത്തെ കാലഘട്ടത്തിലേക്ക് വരികയാണ്, രക്ഷയുടെ വർത്തമാന കാലഘട്ടം. Let us read 1 Corinthians chapter 1. 1 കൊരിന്ത്യർ 1-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. And verse 18. 18-ാം വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. For who are being saved, it is the power of God. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവശക്തി. Philippians chapter 2 verse 12. ഫിലിപ്പ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. Therefore, my dear friends, as you have always obeyed, not only in my presence, but now much more in my absence, continue to work out your salvation with fear and trembling. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ. Now what is Paul talking about in these verses? എന്താണ് പൗലോസ് ഈ വാക്യങ്ങളിലൂടെ സംസാരിക്കുന്നത്? If we are already saved, why does Paul use the phrases being saved and continue to work out your salvation?
നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞവരാണെങ്കിൽ എന്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ എന്നൊക്കെ? Paul is talking to the group of believers, not unbelievers. പൗലോസ് സംസാരിക്കുന്ന വിശ്വാസികളോടാണ്, അവിശ്വാസികളോടല്ല. Now this salvation is the deliverance from the power of sin. ഈ രക്ഷ എന്ന് പറയുന്നത് പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നുള്ള, ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. This is the present aspect of our salvation. ഇതാണ് രക്ഷയുടെ വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത്. When we read salvation in the scripture as an ongoing process that is not yet complete, നാം വേദപുസ്തക ഭാഗത്ത് നിന്ന് രക്ഷ ഇതുവരെ പൂർത്തിയാകാത്ത ഒരു തുടർമാനമായ പ്രവൃത്തിയാണ് എന്ന് വായിക്കുമ്പോൾ the writer is talking about salvation from the power of sin. അതിൻ്റെ ലേഖനകാരൻ അത് ഉദ്ദേശിക്കുന്നത് പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന്, ശക്തിയിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ചാണ്. The theologians call the present tense of salvation as sanctification. ഈ രക്ഷയെക്കുറിച്ച് വേദശാസ്ത്രകാരന്മാർ ഇങ്ങനെയാണ് പറയുന്നത്, അതിൻ്റെ വർത്തമാന കാലഘട്ടത്തെക്കുറിച്ച് വിശുദ്ധീകരണം എന്നാണ് പറയുന്നത്. To be more precise, they call it progressive sanctification. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ തുടർമാനമായ വിശുദ്ധീകരണം എന്ന് പറയുന്നതിനെക്കുറിച്ച് കൊടുക്കുന്നു. Now remember that one of the problems that we had before regeneration was our corrupt, sinful nature. പുതുജനനത്തിന് മുൻപായി നമുക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മലിനമായ പാപ സ്വഭാവമായിരുന്നു. Now the question is, what happens to this old nature? ഇപ്പോൾ ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ പഴയ സ്വഭാവത്തിന് എന്ത് സംഭവിച്ചു? Even though we were saved from the guilt and the penalty of sin, നാം പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും അതുപോലെ തന്നെ കുറ്റത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടു എങ്കിലും Bible tells us that we still have an old nature in us. വേദപുസ്തകം പറയുന്നു ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു പഴയ സ്വഭാവമുണ്ട് എന്ന്. We read this in Romans chapter 6, 7, 8 and the other epistles as well. നാം ഇതിലോ റോമാലേഖനം 6, 7, 8 അതോടൊപ്പം തന്നെ മറ്റു ലേഖനങ്ങളിലും ഇത് വായിക്കുന്നു. During regeneration, വീണ്ടും ജനനത്തിൽ God gave us a new nature നമുക്കൊരു പുതു സ്വഭാവം ദൈവം നൽകുന്നു, or a new capacity for godliness. അതോടൊപ്പം തന്നെ ദൈവികതയിലേക്കുള്ള ഒരു പുതിയ കഴിവ്. The old capacity that tends to sin is still present in us. പാപം ചെയ്യുവാൻ സാധ്യതയുള്ള ആ പഴയ രീതി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. But God gave us a new capacity, the new capacity towards godliness. ദൈവഭക്തിയിലേക്കുള്ള ഒരു പുതിയ സ്വഭാവം ദൈവം നമുക്ക് നൽകുന്നു. Now the difference between a believer and an unbeliever is that the believer is no more slave to his old nature. ഒരു അവിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു വിശ്വാസി ഇനി ഒരിക്കലും തൻ്റെ പഴയ സ്വഭാവത്തിന്റെ അടിമയല്ല എന്നുള്ളതാണ്. He has been set free to obey God. ദൈവത്തെ അനുസരിക്കേണ്ടതിലേക്കായി അവൻ സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നു. The unbeliever is in the slavery of sin. എന്നാൽ അവിശ്വാസിയാകട്ടെ പാപത്തിന്റെ അടിമത്തത്തിലാണ്. To understand this, let us consider an example. ഇത് മനസ്സിലാക്കേണ്ടതിലേക്ക് നമുക്കൊരു ഉദാഹരണം പരിശോധിക്കാം. Our past before regeneration, I'm comparing it to a car that has only one driver. നമ്മുടെ വീണ്ടും ജനനത്തിന് മുമ്പായുള്ള ഭൂതകാലം നാം ഒരു വ്യക്തി, ഒരു ഡ്രൈവർ മാത്രമുള്ള ഒരു കാറിനെ കുറിച്ച് നമുക്ക് ചേർത്ത് ചിന്തിക്കാം. This driver always have a tendency to drive towards the south. എപ്പോഴും തെക്ക് വശത്തേക്ക് മാത്രം ഓടിക്കുവാനാണ് ഈ ഡ്രൈവർക്ക് ആഗ്രഹമുള്ളത്. Now our present after regeneration can be compared with the same car. വീണ്ടും ജനനത്തിന് ശേഷമുള്ളത് ഇതേ കാറിനെ കുറിച്ച് തന്നെ ചേർത്ത് ചിന്തിക്കാം. But with a new driver behind the wheel. എന്നാൽ വളയത്തിന് പുറകിൽ ഒരു പുതിയ ഡ്രൈവറാണ് ഉള്ളത്. This driver always likes to drive toward the north. എന്നാൽ ഈ ഡ്രൈവർക്ക് എപ്പോഴും ഓടിക്കുവാൻ ഇഷ്ടം വടക്കോട്ടാണ്. But the problem is the old driver is not kicked away. എന്നാൽ പ്രശ്നം എന്ന് പറയുന്നത് ആ പഴയ ഡ്രൈവറെ ഈ വാഹനത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. He is still beside the new driver. പുതിയ ഡ്രൈവറുടെ വശത്തായിട്ട് ഈ പഴയ ഡ്രൈവറും ഉണ്ട്. The steering is with the new driver.
വളയം ഇപ്പോൾ പുതിയ ഡ്രൈവറുടെ അടുത്താണ്. but the old driver is still present beside him. എന്നാൽ പഴയ വ്യക്തി ഇപ്പോഴും പുതിയ ഡ്രൈവറുടെ അടുത്ത് തന്നെ ഉണ്ട്. Now the old driver, he patiently waits for an opportunity to grab the steering wheel from the new driver to drive the car again southwards. എന്നാൽ ഈ പഴയ വ്യക്തി അവിടെ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു. ഒരവസരം കിട്ടിയാൽ ആ വളയം കൈക്കലാക്കി വീണ്ടും തെക്കോട്ടൊന്ന് വണ്ടി ഓടിക്കാൻ. And in extreme cases, the drivers swaps their seats. വളരെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ഡ്രൈവർമാർ തമ്മിൽ തങ്ങളുടെ ഇരിപ്പിടങ്ങൾ വെച്ചു മാറാറുണ്ട്. And you can see that there is always a struggle between these two drivers. നമുക്ക് കാണുവാൻ കഴിയും ഈ രണ്ട് ഡ്രൈവർമാർ തമ്മിൽ എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. That now the car will never stop. It keeps going either northward or southward. ഈ കാർ ഒരിക്കലും നിൽക്കുന്നില്ല, അത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു, ഒന്നുകിൽ തെക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട്, until it reaches the destiny. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ. In the past, we did not have any struggle because there was only one driver in the car. പണ്ട് നമുക്ക് യാതൊരുവിധമായ പ്രയാസങ്ങളും ഉണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ കാറിൽ ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. The car always went southward. ആ കാർ എപ്പോഴും തെക്കോട്ട് മാത്രമായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. Now this struggle or this fight between the driver, it is a good symptom. ഈ പോരാട്ടം അല്ലെങ്കിൽ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് അതൊരു നല്ല ലക്ഷണമാണ്. It shows that the person is born again, he is a believer. അത് കാണിക്കുന്നത് ഈ വ്യക്തി വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണ്, ഒരു വിശ്വാസിയാണ് എന്നുള്ളതാണ്. This is what Paul explains in Romans chapter 7:14 downwards. ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ 14 മുതൽ ഉള്ള വാക്യങ്ങളിൽ വിശദീകരിക്കുന്നത്. We don't want to read it now. നമുക്കത് ഇപ്പോൾ വായിക്കേണ്ട ആവശ്യമില്ല. He says, "O wretched man that I am, who will deliver me from this body of death?" ഞാൻ എത്ര ഹീനനായ ഒരു മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? And in verse 25, I thank God through Jesus Christ our Lord. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Chapter 1 to 5 of Romans deals with the subject of justification. റോമാലേഖനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ നീതീകരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. Chapter 6, 7 and 8 deals with the subject of sanctification. 7, 8, 9 അധ്യായങ്ങൾ വിശുദ്ധീകരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. You can go home and read it. നിങ്ങൾക്ക് ഭവനങ്ങളിൽ പോയി അത് വായിക്കാവുന്നതാണ്. The means of sanctification is Holy Spirit. വിശുദ്ധീകരണത്തിന്റെ കാരണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. And the goal of sanctification is growing in every way more and more like Christ. വിശുദ്ധീകരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന് അനുരൂപമായി എല്ലാ രീതിയിലും വളരുക എന്നുള്ളതാണ്. Paul presents here a way to sanctification. പൗലോസ് വിശുദ്ധീകരണത്തിലേക്ക് ഒരു വഴി ഇവിടെ തുറന്നു കാട്ടുന്നു. In Romans chapter 6 verse 6, റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം. we read, "For we know that our old man, old self was crucified with him." നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. And in Romans chapter 6 verse 11 he says, "In the same way count yourself dead to sin but alive to God in Christ Jesus." 6-ാം അധ്യായം 11-ാം വാക്യം, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. I'm not going deep into this subject, but Paul has explained the same thing in the epistles to Galatians and Colossians. ഗലാത്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ഇതേ വാക്യം തന്നെ, ഇതേ വിഷയം തന്നെ പൗലോസ് ആഴത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ആഴത്തിലേക്ക് കടക്കുന്നില്ല. It will make a huge difference if we count ourselves dead to sin. നാം പാപത്തിന് മരിച്ചവരായി നമ്മെ തന്നെ എണ്ണുന്നുവെങ്കിൽ വലിയൊരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. Now, sanctification involves becoming more and more aware of sin and the unworthiness in us. വിശുദ്ധീകരണം കൂടുതൽ പാപത്തെക്കുറിച്ച് അറിവുള്ളവരാകുകയും നമ്മുടെ അർഹതയില്ലായ്മയെക്കുറിച്ച് അറിവുള്ളവരാകുകയും ചെയ്യുക എന്നുള്ളതാണ്. And being increasingly sensitive to sin. അതോടൊപ്പം തന്നെ പാപത്തോട് വളരെ വിമുഖതയുള്ളവരായി തീരുക എന്നുള്ളത്. The Holy Spirit will convict us of our sins in our life.
നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കുറ്റം വിധിക്കും. Sanctification involves disciplining from God because we've now become the children of God. വിശുദ്ധീകരണം ദൈവത്തിങ്കിൽ നിന്ന് ചിട്ടപ്രകാരം ജീവിക്കുന്നത് കൂടി ഉൾപ്പെടുന്നു. കാരണം നാം ദൈവ മക്കളാണ്. Disciplining, chastisement. അതോടൊപ്പം ദൈവത്തിങ്കിൽ നിന്നുള്ള ശിക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുന്നു. It involves going through sufferings for good purpose. ഒരു നല്ല ലക്ഷ്യത്തിനായി ശോധനയിലൂടെ കടന്നു പോകുന്നതും അത് ഉൾപ്പെടുന്നു. It involves ongoing repentance and increasing desire to know God. അതോടൊപ്പം തന്നെ അനുദിനമുള്ള അനുതാപവും ദൈവത്തെ അറിയുവാനുള്ള ആഗ്രഹവും ഉൾപ്പെടുന്നു. It involves trusting and obeying God and growing in faith. അത് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും വിശ്വാസത്തിൽ വളരുകയും ചെയ്യുന്നത് ഉൾപ്പെടുന്നു. It involves works as a result of justification. നീതീകരണത്തിന്റെ പ്രതിഫലമായിട്ടുള്ള പ്രവൃത്തി കൂടി അതിൽ ഉൾപ്പെടുന്നു. That is why we read in the verse, continue to work out your salvation. അതുകൊണ്ട് തന്നെയാണ് നാം വാക്യത്തിൽ വായിച്ചത്, നിങ്ങളുടെ രക്ഷയ്ക്കായി രക്ഷയെ പ്രാവർത്തികമാക്കുക എന്നുള്ളത്. The divine order for works is first salvation, then works. സ്വർഗീയ ക്രമം എന്ന് പറയുന്നത് ആദ്യം രക്ഷ, അതിനുശേഷം പ്രവൃത്തി എന്നുള്ളതാണ്. Sanctification is not sinless perfection. വിശുദ്ധീകരണം എന്നുള്ളത് പാപരഹിതമായ പൂർണ്ണതയല്ല. We cannot attain sinless perfection, and sinless perfection is not a teaching of the Bible. നമുക്കൊരിക്കലും പാപരഹിത പൂർണ്ണത നേടുവാൻ സാധിക്കുകയില്ല. അത് ഈ ഭൂമിയിൽ അത് വേദപുസ്തകത്തിന്റെ ഒരു പഠിപ്പിക്കൽ അല്ല. John says, if we say that we have no sin, we deceive ourselves and truth is not in us. യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, നമ്മിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ കബളിപ്പിക്കുന്നു, നമ്മിൽ സത്യം ലേശം ഇല്ലാതെയായി പോയി. John also says, if we confess our sins, he is faithful and just and he will forgive our sins. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ വിശ്വസ്തനും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ തക്കവണ്ണം കരുണയുള്ളവനുമാണ്. John is not excluding himself from this possibility of sinning when he is telling this. യോഹന്നാൻ തന്നെ പോലും ഒഴിച്ചു നിർത്തുന്നില്ല പാപം ചെയ്യുവാനുള്ള സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ. He says, if we confess our sins. യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ. But at the same time, it is not continuing to live in sins. എന്നാൽ അതേസമയം തന്നെ പാപത്തിൽ തുടർമാനമായി ജീവിക്കുക അരുത്. John says, my little children, I am writing these things to you that you may not sin. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നത് പാപം ചെയ്യാതിരിക്കാനായിട്ടാണ്. Paul answers a question in Romans 6. Shall we go on sinning so that grace may increase? കൃപ വർദ്ധിക്കേണ്ടതിനായി നാം പാപം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നാണോ റോമാലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് എഴുതുന്നു. And he answers this question, certainly not. ഒരു നാളും അരുത് എന്ന് എഴുതുന്നു. And then he adds, how shall we who died to sin live any longer in it? അതിനുശേഷം അപ്പോസ്തലൻ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? Bringing back the example of the car. ആ കാറിന്റെ ഉദാഹരണം വീണ്ടും ഒന്നുകൂടി പറയട്ടെ. Even though the car goes southward at times, ചിലപ്പോഴൊക്കെ തെക്കോട്ട് ആ കാർ പോയാൽ പോലും majority of the times it is going northward. ഭൂരിപക്ഷ സമയത്തും അത് വടക്കോട്ടാണ് പോകുന്നത്. And this going northward majority of the time is a good symptom. ഭൂരിപക്ഷ സമയത്തും വടക്കോട്ട് പോകുന്നത് ഒരു നല്ല ലക്ഷണമാണ്. If it is the other way around, it means there is some serious problem. എന്നാൽ മറ്റേ രീതിയിലാണെങ്കിൽ അതിന്റെ അർത്ഥം വളരെ ഗുരുതരമായ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നാണ്. Now this process began when we were born again. ഈ പ്രക്രിയ തുടങ്ങിയത് നാം വീണ്ടും ജനിച്ചപ്പോഴാണ്. The process of sanctification. വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയ. And it will continue till we die or Christ returns. നമ്മുടെ മരണദിനം വരെയോ അല്ലെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരെയോ അത് തുടർന്നുകൊണ്ടേയിരിക്കും. So this is the present tense of salvation. ഇത് രക്ഷയുടെ വർത്തമാനകാലമാണ്. The deliverance from the power of sin, from the habit and the dominion of sin. പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന്, പാപത്തിന്റെ അധീശത്വത്തിൽ നിന്നുള്ള വിടുതൽ. Now we are coming to the third tense of salvation. മൂന്നാമത്തെ കാലത്തിലേക്ക് നാം വരികയാണ്, രക്ഷയുടെ The future tense of salvation. രക്ഷയുടെ വർത്തമാനകാലം. We read that in Romans chapter 13 verse 11. റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു.
ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. We can look at the picture again. നമുക്ക് ആ ചിത്രത്തിലേക്ക് ഒന്നുകൂടി നോക്കാം. This is the deliverance from the presence of sin. ഇത് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതൽ. This is called glorification. ഇതാണ് മഹത്വീകരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. On Christ's return, our bodies will be glorified. നമ്മുടെ ശരീരങ്ങൾ കർത്താവിന്റെ മടങ്ങിവരവെങ്കിൽ രൂപാന്തരം മഹത്വീകരിക്കപ്പെടും. Sin will have no longer any influence in us. നമ്മുടെ ശരീരത്തിൽ പാപത്തിന് യാതൊരു സ്വാധീനവും ഉണ്ടാവുകയില്ല. All our bodily infirmities that resulted from sin will be removed. പാപത്തിന്റെ ഫലമായി നമ്മുടെ ശരീരത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും മാറ്റപ്പെടും. And we will be brought into the entire conformity of Christ. ക്രിസ്തുവിന്റെ പരിപൂർണമായി നാം അനുരൂപരാക്കപ്പെടും. Our life on this earth has no guarantee and our Lord will come back any moment. നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ യാതൊരു ഉറപ്പുമില്ല, എന്നാൽ കർത്താവ് ഏത് നിമിഷവും മടങ്ങി വരാം. When our Lord returns, the dead in Christ will rise first. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. And then after that, we who are still alive and are left will be caught up together with him in the clouds to meet the Lord in the air. അതിനുശേഷം ജീവനോടിരിക്കുന്നവരായ നാം അവനെ എതിരേൽക്കുവാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. And so we will be with the Lord forever and ever. അങ്ങനെ നാം കർത്താവിനോടുകൂടെ എന്നേക്കും ആയിത്തീരും. What a blessed hope, and this is the future tense of salvation. എത്ര മനോഹരമായ പ്രത്യാശ! ഇതാണ് രക്ഷയുടെ ഭാവികാലം. We can see our own story in this picture. നമുക്ക് നമ്മുടെ തന്നെ ചിത്രം ഈ ചിത്രത്തിലൂടെ കാണുവാൻ കഴിയും. We were born with an Adamic nature. ആദാമ്യ സ്വഭാവത്തിൽ നാം ജനിച്ചു. We continued in our sins. നാം നമ്മുടെ പാപത്തിൽ തുടർന്നു. Till one day when God transformed us. നമ്മളെ കർത്താവ് രൂപാന്തരപ്പെടുത്തിയ ആ ഒരു ദിവസം We were made alive in Christ. നമ്മെ ക്രിസ്തുവിൽ അവൻ ജീവിപ്പിച്ചു. We received a new nature. നാം ഒരു പുതു സ്വഭാവം പ്രാപിച്ചു. We were justified. നാം നീതീകരിക്കപ്പെട്ടു. We were delivered from the penalty of sins. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നാം വിടുവിക്കപ്പെട്ടു. And from that moment, a new process began in us. ആ നിമിഷം മുതൽ ഒരു പുതു പ്രക്രിയ നമ്മിൽ ആരംഭിച്ചു. We are still being delivered from the power of sins. നാം ഇപ്പോഴും പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന്, ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. The old nature has not been taken away from us, but the new nature gives us the power to live for God. നമ്മുടെ പഴയ സ്വഭാവം നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല, എന്നാൽ പുതു സ്വഭാവം ദൈവത്തിനായി ജീവിക്കേണ്ടതിനുള്ള ശക്തി നമുക്ക് നൽകുന്നു. And we are looking forward to the day when our bodies will be glorified. നമ്മുടെ ശരീരങ്ങൾ തേജസ്കരിക്കപ്പെടുന്ന ഒരു ദിവസത്തിനായി നാം നോക്കി പാർക്കുന്നു. What a blessed hope we have as Christians. എത്ര മനോഹരമായ ഒരു പ്രത്യാശയാണ് ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ നമുക്കുള്ളത്. May the Lord continue to help us. May his name be glorified. ദൈവം തുടർന്ന് നമ്മെ സഹായിക്കട്ടെ. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.